ഇന്ന് കണ്ടൊരു വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അതായത് കൊച്ചിയിൽ നോർത്ത് പറവൂരിൽ പെൺസുഹൃത്തിനെ ആൺസുഹൃത്ത് കുത്തിക്കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ജീവൻ പോയി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു നോ കേട്ട് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു 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 കാലത്തിലാണ് ഈ 2026 ആളുകൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ ഭയങ്കരമായിട്ട് വണ്ടടിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. അതായത് ഒരാൾ ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികളാണെന്ന് ചിന്തിക്കുക. ഒരു റിലേഷൻഷിപ്പിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മളെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിനെ നമുക്ക് ഇഷ്ടമല്ലാതാകാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ടൊക്കെ പറയാൻ വേണ്ടി തോന്നും, അയ്യോ പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ ഡെയിലി ഇതുപോലത്തെ ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഇനി ഇതുപോലുള്ളൊരു വാർത്ത ഉണ്ടാവാതിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരാളോട് ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇഷ്ടമല്ല എന്ന് നമ്മൾ തിരിച്ചു കേൾക്കുന്ന സമയത്ത് അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിക്കുള്ളൊരു മാനസികാവസ്ഥയിലാണ് ആളുകൾ ഇന്നത്തെ കാലത്തും ജീവിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് വണ്ടടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാര്യം ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ടൊരു ഒരാളെ കണ്ടിട്ട് നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ആയിരിക്കില്ല. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്കെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ അതിവിടെ അവസാനിപ്പിക്കണോ എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. അതായത് നമ്മളൊരു വിവാഹം രജിസ്റ്റർ ആയിട്ട് നമ്മൾ ഒപ്പിട്ട് നിയമപരമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പിന്മാറണമെങ്കിൽ ഒരുപാട് നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ കുടുംബ കോടതികളിലേക്ക് പോകേണ്ടി വരും, നമ്മൾ ഡിവോഴ്സിനായിട്ട് പോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രണയത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അത് നിർത്തി പോകാനൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം അതിനകത്തുണ്ട്. അല്ലെങ്കിലും ഉണ്ട്, പക്ഷെ അതിന് കുറച്ച് നിയമ തടസ്സങ്ങളുണ്ടെന്ന് മാത്രം. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിക്ക് ഉള്ളൊരു ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ചുറ്റും നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി. ഇത് ഒരു വാർത്ത മാത്രമല്ല, ഇതുപോലത്തെ ഉള്ള നൂറുകണക്കിന് വാർത്തകളാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരാളുടെ, അതായത് ഈ പറയുന്ന ഈ ആണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇയാളുടെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് തർക്കം ഉണ്ടായി. ഓക്കെ, ഈ പെൺകുട്ടി ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് അയാളുടെ അമ്മയും ആ വീട്ടിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇയാളും ഈ ഒരു പെൺകുട്ടിയും കൂടെ ഒരു മുറിയിലുള്ള സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പോകുന്നത്. അപ്പം വാക്ക് തർക്കമായി ഒരു കത്തിക്കുത്തിലേക്ക് അത് അവസാനിച്ചു. ആ ഒരു ബഹളം കേട്ടാണ് അമ്മ ഓടി വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അറിയുന്നത്. അപ്പൊ ഇയാൾ തന്നെയാണ് പോലീസിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ കയ്യില് ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. അയാളെ പോലീസ് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും, കയ്യിലൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഡെയിലി ആയിട്ടുള്ള ഇങ്ങനത്തെ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവരോടും നമുക്കറിയാവുന്നവരോടും ഒക്കെ എപ്പോഴും ഇങ്ങനെ അവെയർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു നോ കേട്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു നോ നമ്മളോട് എങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരാളോട് ഒരു നോ പറഞ്ഞു എന്നതുകൊണ്ടോ പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. ഒരാൾ ഒരു റിലേഷനിൽ കംഫർട്ടബിൾ അല്ല എന്നൊരു സ്റ്റേജ് വരുമ്പോഴാണ് എപ്പോഴും ഒരു നോ എന്ന് പറഞ്ഞൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ആ ഒരു നോയെ മനസ്സിലാക്കുകയും പിന്നീട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയും ഒരു തരത്തിലും അവരെ പിന്നീട് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മാന്യത. ആ ഒരു മാന്യത കീപ്പ് ചെയ്യണമെന്നാണ് ഫൺമെയ്ഡ് വേക്ക് പറയാനുള്ളത് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ, നമ്മുടെ ഓഡിയൻസിന് തന്നെ ഈ ഒരു കാര്യമായിരിക്കും പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.